2025 ഓഗസ്റ്റ് 4 ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട് മോദി രാഷ്ട്രപതിയെ കണ്ട ഫോട്ടോയാണ് വാർത്തയ്ക്കൊപ്പം കൊടുത്തിരുന്നത്. കേന്ദ്ര മന്ത്രിസഭ അടിമുടി അഴിച്ച് പണിയുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ തെറിക്കും. നിർമ്മല സീതാരാമന് മന്ത്രിയാകാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഫിനാൻസ് വകുപ്പ് അവരുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കർ തെറിക്കും. ജയശങ്കർ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വലിയ പരാജയമായി മാറി. അമേരിക്കയുമായുള്ള ബന്ധം ശിഥിലമാക്കാൻ ജയശങ്കറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. റഷ്യയുമായുള്ള ബന്ധം എങ്ങുമെത്തിക്കാൻ അദ്ദേഹത്തിന് ആയതുമില്ല. മാത്രമല്ല, ടൂറിസം, പെട്രോളിയം വകുപ്പുകളിലും മാറ്റമുണ്ടാകും. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ടൂറിസം, പെട്രോളിയം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ തെറിപ്പിക്കും എന്നുള്ളത് ഉറപ്പായി. സുരേഷ് ഗോപിയെ പറ്റി ഇപ്പോൾ BJPക്ക് വലിയ മതിപ്പൊന്നുമില്ല. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും സുരേഷ് ഗോപി നടത്തിയില്ല. കേരളത്തിലെ ക്രൈസ്തവരെ സംഘടിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപി പ്രധാന പങ്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവർ സുരേഷ് ഗോപിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഇക്കാര്യത്തിലുള്ള മൗനമാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി സുരേഷ് ഗോപി തെറിക്കും എന്നുള്ളത് ഉറപ്പായി. സുരേഷ് ഗോപി വെറും MP ആയി തുടരേണ്ടി വരും. മാത്രമല്ല, ഇനി തൃശ്ശൂരിൽ നിന്നാൽ സുരേഷ് ഗോപിയെ ജനങ്ങൾ ഓട്ടിച്ചിട്ട് അടിക്കും, പ്രത്യേകിച്ചും ക്രൈസ്തവർ. സുരേഷ് ഗോപി ഒരൊറ്റ അക്ഷരം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ആൾക്കൂട്ട വിചാരണ നടത്തി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപകടം മനസ്സിലാക്കിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓടിയെത്തിയെങ്കിലും സുരേഷ് ഗോപി ഒരിടത്തും എത്തിയില്ല. അവിടെയൊക്കെ സുരേഷ് ഗോപിയുടെ സാമീപ്യം വേണമായിരുന്നു എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇനി മറ്റൊരു കാര്യം, ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമോ എന്ന ചോദ്യമാണ്. ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിലും RSS അതിനെ ശക്തമായി എതിർക്കുന്നു. RSSലൂടെ വളർന്നു വന്ന നേതാവ് തന്നെ ആകണമെന്ന് അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജയശങ്കർ ഒഴിയുന്ന വിദേശകാര്യ വകുപ്പ് ശശി തരൂരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശശി തരൂർ BJPയിലേക്ക് ചേരാതെ BJP അനുഭാവിയായി വിദേശകാര്യ മന്ത്രിയായി, ക്യാബിനറ്റ് റാങ്കുള്ള വിദേശകാര്യ മന്ത്രിയായി മാറും. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെ പരിണിതപ്രജ്ഞരായ BJP നേതാക്കളാണ്. പരിണിതപ്രജ്ഞരായ BJP നേതാക്കളെ തള്ളിക്കളഞ്ഞ് ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ മോദിക്കും അമിത്ഷയ്ക്കും ആഗ്രഹമുണ്ടെങ്കിലും RSS നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം അത് കടുകട്ടിയായ ഒരു സമ്മർദ്ദമായി മാറിയിരിക്കുന്നു. എന്തായാലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂർ വരുമോ വരില്ലയോ എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തുവന്നാലും ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് തരൂറിന് നൽകാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ വാർത്തയിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ജയശങ്കർ മാറുന്ന ഒഴിവിൽ തരൂറിനെ വിദേശകാര്യമന്ത്രിയാക്കി മാറ്റുക. അപ്പോൾ തിരുവനന്തപുരത്ത് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖർ ഈസിയായി ജയിച്ചു കയറും. ഇതാണ് BJPയുടെ തന്ത്രപരമായ ഫോർമുല. ശശി തരൂറും തന്ത്രപരമായ കളിയാണ് കളിക്കുന്നത്. അദ്ദേഹം ഔദ്യോഗികമായി BJPയിലേക്ക് ചേരുന്നില്ല, എന്നാൽ BJP അനുഭാവിയായി മാറുന്നു. ശശി തരൂർ വിദേശകാര്യമന്ത്രിയായാൽ വിവിധ രാജ്യങ്ങളുമായുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാൻ, പ്രത്യേകിച്ചും അമേരിക്കയുമായുള്ള സൗഹൃദമൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന വിശ്വാസം മോദിക്കുണ്ട്. മോദിയുടെ വത്സല ശിഷ്യനാണ് ഇപ്പോൾ ശശി തരൂർ ജി. എന്തായാലും മന്ത്രിസഭയിൽ മാറ്റങ്ങൾ വരുന്നു.
ആ മാറ്റങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയണം. സുരേഷ് ഗോപി തെറിക്കും എന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അദ്ദേഹം മന്ത്രിസഭയിൽ നിന്നും ഔട്ടാകും.